എന്ന് പറയാം. ഈ ഡ്രാക്കുള പള്ളി എന്ന് തൊട്ടാ ലൂസിഫർ പള്ളിയായി നിങ്ങൾക്ക് അറിയാവോ? ലൂസിഫർ എന്ന ലാലേട്ടന്റെ സിനിമയിലൂടെ വളരെ ഫേമസ് ആയ ഒരു CSI ചർച്ചാണ് ഇത്. ഇപ്പോൾ ഈ ചർച്ച് അറിയപ്പെടുന്നത് ലൂസിഫർ ചർച്ച് എന്നാണ്. പക്ഷേ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പള്ളി അറിയപ്പെട്ടിരുന്നത് ഡ്രാക്കുള പള്ളി എന്നായിരുന്നു. ഈ പള്ളിയുടെ ഒരു ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ എന്റെ ഒരു ചങ്ക് ഫ്രണ്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമ ഇറങ്ങുന്നത് വരെ അത് ഡ്രാക്കുള പള്ളി എന്ന് അറിയപ്പെട്ടിരുന്നു. ഒരു 6 മണി കഴിഞ്ഞാൽ അതിലെ പോകുവാൻ പോലും ആളുകൾ ഭയപ്പെട്ടിരുന്നു എന്നത് വാസ്തവമാണ്. ഇരുണ്ട നിലാവെളിച്ചത്തിൽ ആ കരിങ്കൽ കെട്ടുകൾ കൊണ്ട് നിർമ്മിതമായ പള്ളിയും അതിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഉണങ്ങിയ മരവും ആ കാലത്ത് പേടി സ്വപ്നമായിരുന്നു. സിനിമ കഴിഞ്ഞതോടെയാണ് പള്ളിയുടെ യഥാർത്ഥ പഴമയും ഇല്ലാതായത്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ ഈ പള്ളിയെക്കുറിച്ച് പറയാൻ. വർഷങ്ങളായി ഉണങ്ങി നിൽക്കുന്ന ഈ മരത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും. ഈ പള്ളി കാണാൻ വരുന്നവരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ പള്ളിയുടെ പരിസരം ദയവ് ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കുക. ഇതുപോലുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് ഇവിടെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചുറ്റുപാടുകൾ മാലിന്യം കൊണ്ട് നിറയുന്നുണ്ട്. ഈ സുന്ദര ഭൂമിയെ എന്തിനു മലിനമാക്കണം? പിന്നെ ഈ പള്ളിയുടെ വാതിലിൽ 2 ATM കാർഡുകൾ വെച്ചിട്ടുണ്ട്. ഇതൊന്നും ആവശ്യമില്ലാത്തവരായിരിക്കാം ഇത് വെച്ചിട്ട് പോയിരിക്കുന്നത്. ഇതിന്റെ അവകാശികൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് വന്ന് എടുത്തിട്ട് പോവുക. ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്.